എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി ഇയ്യോബിൻ്റെ പുസ്തകം 36-ാം അധ്യായം 21 24 വാക്യങ്ങൾ. ഇയ്യോബ് 36-ന്റെ 21 24. സൂക്ഷിച്ചുകൊള്ളുക, നീതികേടിലേക്ക് തിരിയരുത്, അതല്ലോ നീ അരിഷ്ടതയേക്കാൾ ഇച്ഛിക്കുന്നത്. 24-ാം വാക്യം. അവൻ്റെ പ്രവൃത്തിയെ മഹിമപ്പെടുത്തുവാൻ നീ ഓർത്തുകൊള്ളുക, അതിനെക്കുറിച്ചല്ലോ മനുഷ്യൻ പാടിയിരിക്കുന്നത്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇയ്യോബിൻ്റെ കഥ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. അവൻ്റെ അനർത്ഥത്തിൽ തൻ്റെ 3 സ്നേഹിതന്മാർ ആശ്വസിപ്പിക്കാൻ വന്നു. എങ്കിലും അവരുടെ ആശ്വാസവാക്കുകൾ കുറ്റപ്പെടുത്തലുകൾ ഒക്കെയായിട്ട് മാറിപ്പോയി. ഇയ്യോബിൻ്റെ കുറ്റം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അവർ വിധി എഴുതി. ഇത് ഇയ്യോബിനെ വല്ലാതെ വ്രണപ്പെടുത്തിയ കാര്യമായിരുന്നു. അതുകൊണ്ട് ഇയ്യോബ് അവൻ വിലപിച്ചു എന്നും ന്യായവാദം പറഞ്ഞു എന്നും സഹതാപത്തിൽ അങ്ങ് ഉൾപ്പെട്ടുപോയി എന്നും തന്നെത്താൻ നീതീകരിച്ചു എന്നും ഒക്കെ നമ്മൾ കാണുന്നു. കഷ്ടതയുടെ ആധിക്യത്തിൽ പലവിധ വികാരങ്ങൾക്കും അടിമപ്പെട്ടു. ഒടുവിൽ തനിക്ക് പറയാനുള്ളതെല്ലാം ദൈവത്തിൻ്റെ മുൻപാകെയും മനുഷ്യരുടെ മുൻപാകെയും നിരത്തി വെക്കുന്നതായി ഇയ്യോബ് 26-ാം അധ്യായം മുതൽ 31 വരെയുള്ള അധ്യായങ്ങളിൽ കാണാം. എല്ലാം ഹൃദയസ്പർശിയായി അവതരിപ്പിച്ചിട്ട് 31-ന്റെ 35-ാം വാക്യത്തിൽ ഇതാ എൻ്റെ ഒപ്പ് സർവശക്തന് എനിക്ക് ഉത്തരം തരുമാറാകട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇനിയും തനിക്ക് തൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല എന്നാണ് ഇയ്യോബ് വ്യക്തമാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ തൻ്റെ നിവേദനം ഒപ്പിട്ട് ദൈവത്തിന് സമർപ്പിക്കുകയാണ്. സുഹൃത്തുക്കൾ ഇനി ഒന്നും പറയണ്ട എന്ന് കരുതി. അപ്പോഴാണ് എലീഹു എന്ന യുവാവിൻ്റെ രംഗപ്രവേശം. ഇത്രയും സമയം മിണ്ടാതെ ഇരുന്ന ഇയ്യോബിൻ്റെയും സ്നേഹിതരുടെയും സംവാദം കേട്ടിട്ട് താൻ തൻ്റെ അഭിപ്രായം പറയുന്ന ഭാഗമാണ് 32 മുതൽ 37 വരെയുള്ള അധ്യായങ്ങൾ. ദൈവത്തെക്കുറിച്ച് വളരെ മനോഹരമായ കാര്യങ്ങളാണ് എലീഹു പറയുന്നത്. ഇയ്യോബ് 38-ാം അധ്യായം മുതൽ 41 വരെ ദൈവം ഇയ്യോബിനോട് പ്രത്യക്ഷനായി തൻ്റെ മഹത്വത്തിൻ്റെ വർണ്ണന വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഏതാണ്ട് അതുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് എലീഹു സംസാരിക്കുന്നത്. ഇയ്യോബിൻ്റെ 3 സ്നേഹിതരോടും ദൈവത്തിന് കോപം ജ്വലിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. എന്നാൽ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ അവതരിപ്പിച്ച എലീഹുവിനോട് കോപം ജ്വലിച്ചില്ല. എലീഹു ഇയ്യോബിനോട് പ്രധാനമായി 4 കാര്യങ്ങൾ പറയുന്നു. അതിൽ 2 നമ്മൾ വായിച്ചത്. 1 സൂക്ഷിച്ചു കൊള്ളുക, 2 ഓർത്തുകൊള്ളുക, 3 ശ്രദ്ധിച്ചു കൊള്ളുക, 4 ചിന്തിച്ചു കൊള്ളുക. സൂക്ഷിച്ചു കൊള്ളുക, അതാണ് 36-ന്റെ 21 വായിച്ചത്. എലീഹു നീതിമാന്മാരെ കുറിച്ച് ഒരു വലിയ വാസ്തവം പറയുന്നത് 36-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിലുണ്ട്. അതായത് ദൈവം നീതിമാന്മാരിൽ നിന്ന് തൻ്റെ കടാക്ഷം മാറ്റുന്നില്ല, രാജാക്കന്മാരോടുകൂടെ അവരെ സിംഹാസനത്തിൽ ഇരുത്തുന്ന ദൈവം, അവർ എന്നേക്കും ഉയർന്നിരിക്കുന്നു. ഇതാണ് ദൈവത്തിൻ്റെ പ്ലാൻ. അതായത് എപ്പോഴും ദൈവകൃപയിൽ സൂക്ഷിക്കപ്പെട്ട് ഇരുത്തപ്പെട്ട് ഉയർത്തപ്പെട്ട അവസ്ഥ. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ അതിൻ്റെ വിപരീതവും സംഭവിച്ചേക്കാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 36-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലാണ് നമ്മളങ്ങനെ കാണുന്നത്. അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കഷ്ടതയുടെ പാശങ്ങളാൽ പിടിക്കപ്പെട്ടാൽ, അങ്ങനെ ഒരുപക്ഷെ സംഭവിച്ചാൽ അവിടുന്ന് അവർക്ക് ചില കാര്യങ്ങളിൽ ഒക്കെ വെളിപ്പെടുത്തി കൊടുക്കും. അവിടുന്ന് അവരുടെ പ്രവൃത്തിയെ ശോധന ചെയ്ത് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതായത് ഉദ്ദേശങ്ങൾ ശോധന ചെയ്യുന്നു. അഹങ്കരിച്ചു പോയ ലംഘനങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. ചെവി പ്രബോധനത്തിന് തുറക്കുന്നു. കഷ്ടതയിലൂടെ കടക്കുമ്പോൾ മാത്രമാണ് ദൈവം സംസാരിക്കുന്നത് കേൾക്കാനായി ഒരുക്കപ്പെടുന്നത്. അവർ നീതികേട് വിട്ടുതിരിയാൻ കൽപ്പിക്കുന്നു.
ദൈവം ഇങ്ങനെ ഇടപെടുമ്പോൾ കേട്ടനുസരിച്ചാൽ തീർച്ചയായും വിടുതലുണ്ട്. പിന്നീട് അവരുടെ നാളുകളെ ഭാഗ്യത്തിലും അവരുടെ ആണ്ടുകളെ ആനന്ദത്തിലും കഴിച്ചുകൂട്ടും എന്നും സൂചിപ്പിക്കുന്നു. ഇല്ലെങ്കിൽ അവർ ബുദ്ധിമോശത്താൽ മരിക്കും. അതുകൊണ്ട് ജീവിതാനുഭവങ്ങൾക്ക് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. 36 അധ്യായത്തിന്റെ 18ഉം 19ഉം വാക്യം നോക്കുമ്പോൾ, കഷ്ടത്തിൽ അകപ്പെടാതിരിപ്പാൻ നിലവിളിയും ശക്തിയേറിയ പരിശ്രമങ്ങളും ഒന്നും മതിയാകയില്ല എന്ന സൂചനയാണ്. ജാതികൾ തങ്ങളുടെ സ്ഥലത്ത് വെച്ച് മുടിഞ്ഞു പോകുന്ന രാത്രിയുടെ അനുഭവം തനിക്കും ആകരുതെന്നും എലീഹു ഓർമ്മിപ്പിക്കുന്നു. ദൈവമക്കൾക്ക് രാത്രിയുടെ അനുഭവം എന്ന് പറയുന്നത് അവസാനമല്ല, പിന്നാലെ ഒരുക്കപ്പെട്ട ഒരു പ്രഭാതമുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചു കൊള്ളുക എന്നതാണ് എലീഹുവിൻ്റെ പ്രബോധനം. രണ്ടാമതായി 36:24 പറയുന്നത് ഓർത്തുകൊള്ളുക. അവിടുത്തെ പ്രവൃത്തിയെ മഹിമപ്പെടുത്തുവാൻ ഓർത്തുകൊള്ളുക. നമുക്ക് ഗ്രഹിക്കാനും അറിയാനും ചിന്തിക്കാനും പറ്റാത്ത വിധം അത്യുന്നതനാണ് നമ്മുടെ ദൈവം. നമ്മിലേക്കും നമ്മുടെ പ്രശ്നങ്ങളിലേക്കും ഉറ്റുനോക്കുന്ന ഈ ശീലം മതിയാക്കണം എന്ന ഓർമ്മപ്പെടുത്തലുണ്ട്. ഈ പ്രശ്നങ്ങളിലേക്ക് മാത്രം നോക്കിയാൽ അതാണ് വലുത്, ജീവിതം ചെറുതായി പോകും. എന്നിട്ട് ദൈവപ്രവൃത്തിയുടെ മഹിമയെ വർണ്ണിച്ച് സ്തുതിക്കുക. ഇത് തന്നെയാണ് ദൈവം ഇയ്യോബിനോട് സംസാരിച്ചതിൻ്റെ പൊരുൾ. ഈ അധ്യായങ്ങളിലൂടെ ദൈവം പ്രകൃതിയിലെ അത്ഭുതങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ തുടങ്ങി എല്ലാം എടുത്തു പറഞ്ഞ് ഇയ്യോബിൻ്റെ ശ്രദ്ധയെ തിരിക്കുന്നതായി നമ്മൾ കാണുന്നു. വെറും ഒരു സൃഷ്ടിയായ മഹാനക്രത്തെക്കുറിച്ച് ഒരധ്യായം മുഴുവൻ വർണ്ണിക്കുന്നു 41. ആഴിക്ക് അതിരിട്ട ദൈവമാണ് അവിടുന്ന്. അരിഷ്ടതയിലാകെ തകർന്നിരിക്കുന്ന മനുഷ്യന് ഈ വിഷയങ്ങളൊന്നും ഒരു ആശ്വാസമാകുന്നില്ല. എങ്കിലും ദൈവം തന്നോട് ഇടപെടുന്നത് അങ്ങനെയാണ്. ഇവയെല്ലാം ഇങ്ങനെ അതിശയകരമായും അത്ഭുതകരമായും സൃഷ്ടിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്ത ദൈവം താനാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതായത് എല്ലാത്തിൻ്റെ ഒരു മാസ്റ്റർ മൈൻഡ് ദൈവത്തിൻ്റെയാണ്. ഈ ഒരു ഓർമ്മപ്പെടുത്തലാണ് എലീഹു നടത്തുന്നത്. നീ എന്നിലേക്ക് നോക്കൂ എന്നാണ് ദൈവം പറഞ്ഞതിൻ്റെ സാരം. അങ്ങനെ അവിടുന്ന് ഇയ്യോബിൻ്റെ ശ്രദ്ധ തിരിച്ച് തൻ്റെ മഹത്വത്തിൽ ലയിക്കാൻ ദൈവം അവനെ പ്രാപ്തനാക്കി. അതോടെ അവൻ്റെ പ്രശ്നങ്ങൾക്ക് വിടുതലായി എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഏത് പ്രശ്നത്തിൻ്റെ നടുവിലും സൃഷ്ടിതാവിൻ്റെ മഹത്വകരമായ പ്രവൃത്തിയെ വർണ്ണിച്ച് സ്തുതിക്കാൻ നമുക്ക് സാധിക്കണം. ഇയ്യോബിനോടുള്ള ഓർമ്മപ്പെടുത്തൽ നമ്മോടും നമ്മുടെ സമൂഹത്തോടുമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നമ്മുടെ പ്രശ്നങ്ങൾ ചെറുതായാലും വലുതായാലും അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ശ്രദ്ധയെ തളച്ചിടാൻ പാടില്ല. ജീവിതത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് മാത്രമേ പ്രശ്നങ്ങളെ കാണാൻ ശ്രമിക്കാവൂ എന്ന് കൗൺസിലിങ്ങിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇയ്യോബിൻ്റെ ജീവിതത്തിലൂടെ ദൈവം അത് ലോകത്തിന് കാണിച്ചു കൊടുത്തു. പ്രശ്നമല്ല വലുത്, ജീവിതമാണ് വലുത്. അതുകൊണ്ട് നിസാര പ്രശ്നങ്ങളുടെ മധ്യത്തിൽ തകർന്നും തളർന്നും പോകുന്ന ഇന്നത്തെ സമൂഹത്തെ കുറച്ചും കൂടെ ധൈര്യപ്പെടുത്താൻ, പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തെ കാണാൻ, ദൈവമഹത്വത്തെ ദർശിക്കാൻ സാധിക്കുക, ഇത് വലിയ ആശ്വാസമാണ്, ഊർജമാണ്, ഏത് പ്രതിസന്ധിയെയും മറികടക്കാനുള്ള മരുന്നാണ്. ദൈവം നമുക്കും അങ്ങനെയുള്ള കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മഹാകാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി നൽകിയല്ലോ, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ മാറ്റമില്ലാത്ത കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ നിസ്സാര പ്രശ്നങ്ങളിൽ ഞങ്ങൾ അകപ്പെട്ട് തകർന്നു പോകാതിരിക്കാനുള്ള കൃപ നൽകണമേ. ഏത് പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ അങ്ങയെ കാണാനും ദർശിക്കാനും കർത്താവേ, ഞങ്ങളുടെ ഉള്ളം കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിച്ചു കൊള്ളണമേ, ധൈര്യപ്പെടുത്തണമേ, പ്രശ്നങ്ങളെ അതിജീവിപ്പാനുള്ള കരുത്ത് നൽകണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും
അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ നിറവ് പകരണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ, നന്മയുടെ, സന്തോഷത്തിൻ്റെ പുതിയ ദിവസങ്ങൾ ദാനമായി നൽകണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു, ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കൃപയും ധൈര്യവും സാന്നിധ്യവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.